ഹായ് ഹലോ ഡിയേഴ്സ്. ഇന്ന് വലിയ കാര്യവും കഥയുള്ള യാത്രയൊന്നുമല്ല. ഈ വഴി കണ്ട് ആരും പേടിക്കൊന്നുമില്ല. ഇത് കാടുവഴിയൊന്നുമില്ല. ഞങ്ങളുടെ നാടുവഴി തന്നെയാണ് കേട്ടോ. ഉറക്കത്തിൽ കിടന്ന് കിതപ്പിനെ വലിച്ചു പൊക്കിക്കൊണ്ട് പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ചൂടാണ്ട് വരെ പോകണം. കുറച്ച് പച്ചക്കറി വാങ്ങണം. അത്രേ ഉള്ളൂ ഉദ്ദേശം. അനിഷേട്ട് എന്തായാലും ചൂടാണ്ട് വരെ പോകുന്നു. ഞാൻ വരുന്നോ എന്ന് ചോദിച്ചത് മാത്രമേ അനിഷേട്ട് ഓർമ്മയുള്ളൂ. ചാടി വണ്ടിയിൽ കയറി കഴിഞ്ഞു. അല്ല പിന്നെ കിട്ടിയ ഇലാക്ക് നമ്മൾ മുതലാക്കണമല്ലോ. പോകുന്ന വഴിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കടിക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശം. ജംഗ്ഷനിലെങ്ങും വലിയ ആളൊന്നുമില്ല ശിവനാട്ട്. നോമ്പും കാര്യങ്ങളല്ലേ, നോമ്പ് തുറക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാവും ആളില്ലാത്ത. അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് ഞാനിങ്ങനെ ഫിയോ മാർട്ടിനാണ് പച്ചക്കറി വാങ്ങുന്നത്. അപ്പം ശിവനാട്ട് പോയിന്റ് അവിടെ നിന്ന് വാങ്ങിയല്ലോ. ഒരു അപ്പൻ്റെ കടയാണ് കേട്ടോ, അനിഷേട്ട് വാങ്ങാറുണ്ട്. അങ്ങനെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്തു. എന്നെ വെജിറ്റബിൾസ് വാങ്ങാൻ ഇവിടെ നിർത്തിയ ശേഷം അനിഷേട്ടൻ വേറൊരു ഷോപ്പിൽ പോയിരിക്കായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാനവിടെ കട്ട പോസ്റ്റായിരുന്നു. അങ്ങനെ പോസ്റ്റായി നിൽക്കുമ്പോൾ ഉണ്ട് അച്ഛനും മോനും എത്തിയിട്ടുണ്ട്. പൈസയൊക്കെ കൊടുത്തു. ഞാൻ പൈസ കൊടുക്കാൻ പോയില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ രണ്ട് ഗിഫ്റ്റ് പോലെ എന്തോ ഇരിക്കുന്നു. നോക്കിയപ്പോൾ എന്താണ്, ഏഷ്യൻ പെയിന്റിന്റെ ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ അത് വാങ്ങാനാണ് അനീഷേട്ടൻ പോയത്, എന്നോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരികെ പോന്നപ്പോൾ ഉണ്ട് അവിടെ ഓമ്പലമ്പുഴ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കാണുന്നു. അതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ക്ലോക്ക് ആയിരുന്നു ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞങ്ങൾക്കും വേറൊന്ന് കുട്ടമ്മാമനുള്ളതായിരുന്നു. അങ്ങനെ ഇതാണ് ക്ലോക്ക്. അത് പൊട്ടിച്ച് ഫിറ്റ് ചെയ്തപ്പോഴാണ് ഒരു സമാനമായത്. ഇനിയും ഈ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, കിടന്നുറങ്ങുക. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ.